കോതമംഗലത്ത് 23-കാരി ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതി റമീസിന്റെ മാതാപിതാക്കളെ ഇന്ന് കസ്റ്റഡിയിലെടുക്കും. പെൺകുട്ടിയുടെ സഹോദരന്റെയും അമ്മയുടെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ഓട്ടോ ഡ്രൈവറുടെയും വിശദമായ മൊഴി രേഖപ്പെടുത്തി റിമാൻഡിലുള്ള റമീസിനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങി ആലുവയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുക്കും. ലാൽകൃഷ്ണൻ ചേരുന്നുണ്ട് തൊടുപുഴയിൽ നിന്ന് വിവരങ്ങളുമായി. ലാൽകൃഷ്ണൻ, ഈ റമീസിന്റെ മാതാപിതാക്കളെ കസ്റ്റഡിയിലെടുക്കാനുള്ള ഒരു തീരുമാനം, അതോടൊപ്പം തന്നെ ഇന്നുണ്ടാകുന്ന തെളിവെടുപ്പ്, അത് ഏത് രീതിയിലായിരിക്കും? പെൺകുട്ടിയുടെ ആത്മഹത്യ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് റമീസിനെ കൂടാതെ റമീസിന്റെ മാതാപിതാക്കളുടെ പേരുകളാണ്. അതായത് റമീസിന്റെ ഭാഗത്തുനിന്ന് തെറ്റുകൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടും അവർ ഇടപെട്ടില്ല. അവർ ഒരു ഘട്ടത്തിൽ പോലും റമീസിനെ തിരുത്താൻ തയ്യാറായില്ല. തന്നെ മതപരിവർത്തനത്തിന് വേണ്ടി നിർബന്ധിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. തന്റെ വാക്കുകൾ കേൾക്കാൻ അവർ തയ്യാറായിരുന്നില്ല എന്നീ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മാതാപിതാക്കൾക്കെതിരെയായിട്ടുള്ള ആരോപണം. സ്വാഭാവികമായിട്ടും ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനാണ് മാതാപിതാക്കളെ നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ തുനിയുന്നത്. അതിനുശേഷം വിശദമായി അവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യും. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെൺകുട്ടിയുടെ ബന്ധുക്കളുടെയും ഓട്ടോ ഡ്രൈവർ അടക്കമുള്ള ആളുകളുടെയും മൊഴി ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റമീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ബലപ്പെട്ട് നിൽക്കുന്ന ഒരു കേസ് എന്ന് പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി പലയിടങ്ങളിലായി എത്തിച്ച് പീഡിപ്പിച്ചു എന്നുള്ളതാണ്. ഇതിൽ തെളിവെടുപ്പ് നടക്കേണ്ട 2-3 ഇടങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഇടം എന്ന് പറയുന്നത് റമീസിന്റെ വീട് തന്നെയാണ്. അവിടെ വെച്ചാണ് പെൺകുട്ടിയെ മർദ്ദിച്ചതായി പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മർദ്ദനമേറ്റതായി പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവെടുപ്പിനാണ് റമീസിനെ കസ്റ്റഡിയിൽ വാങ്ങി വീട്ടിലേക്ക് എത്തിക്കുന്നത്. ഇതിന് പുറമെ പലയിടങ്ങളിലും ഇരുവരും ഒരുമിച്ച് താമസിച്ചതായി പോലീസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ ചാറ്റുകളിൽ നിന്ന് റമീസും പെൺകുട്ടിയും തമ്മിലുണ്ടായ അസ്വാരസ്യത്തെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. പെൺകുട്ടിയുടെ ഫോണിൽ റമീസിന്റെ മാതാപിതാക്കളുമായി നടത്തിയ സംഭാഷണങ്ങളുടെ വിശദാംശങ്ങളുമുണ്ട്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് നിലവിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അതിനിടയിലാണ് പെൺകുട്ടിയുടെ ബന്ധുക്കൾ പോലീസ് അന്വേഷണത്തിൽ മതിയായ തൃപ്തിയില്ല, ദുർബല വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എന്നീ കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ട് ഈ കേസ് NIA-ക്ക് വിടണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGP-ക്കും കത്ത് നൽകിയിട്ടുള്ളത്. പ്രധാനമായിട്ടും പുറത്തുനിന്നുള്ള ആളുകളുടെ സമ്മർദ്ദം മൂലമാണ് മതപരിവർത്തനത്തിന് അവർ നിർബന്ധിച്ചതെന്നും ഇതിൽ മറ്റാരുടെയെങ്കിലും ഇടപെടലുണ്ടോ എന്നീ കാര്യങ്ങൾ അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് NIA അന്വേഷണം എന്ന രീതിയിലേക്ക് അവർ മുന്നോട്ട് പോകുന്നത്. പോലീസിന്റെ അന്വേഷണത്തിൽ നിലവിൽ മതപരിവർത്തനം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയിട്ടില്ല. ഇക്കാര്യങ്ങൾ കൂടി അന്വേഷണത്തിന്റെ പരിധിയിൽ വരണം എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം. ശരി, ലാൽകൃഷ്ണൻ തൊടുപുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.